ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാം അധ്യായം. മൈത്രേയ ഉവാച. വിജിതാശോധിരാജാസീത് പൃഥുപുത്ര പൃഥുസ്രവാഃ യവീയേഭ്യോ ദദാത് കാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ. മൈത്രേയർ പറഞ്ഞു, പ്രചേതസ്സുകൾ ആരാണെന്ന് മുമ്പ് ചെയ്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഭാവിക്കുന്ന മൈത്രേയർ പൂർവകഥയെ തുടർന്ന് വിതുരരോട് പറയുകയാണ്. പൃഥുവിന് ശേഷം പൃഥുപുത്രനും മഹാകീർത്തിശാലിയുമായ വിജിതാശ്വൻ രാജാവായി ഭവിച്ചു. കനിഷ്ഠ സഹോദരന്മാരിൽ സ്നേഹയുക്തനായ ആ രാജാവ് അവർക്ക് ഓരോ ഭാഗങ്ങളെ പരിപാലിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹര്യക്ഷയാദിശത് പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീജീം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭുഹു. കനിഷ്ഠ സഹോദരന്മാരുടെ യോഗ്യതയെ നന്നായി അറിഞ്ഞിരുന്ന ആ വിജിതാശ്വ ചക്രവർത്തി ഹര്യക്ഷന് കിഴക്കുദിക്കും, ധൂമ്രകേശന് തെക്കുദിക്കും, വൃഗന് പടിഞ്ഞാറുദിക്കും, ദ്രവിണസ്സിന് വടക്കുദിക്കും പാലിപ്പാനായി കൊടുത്തു. അന്തർദാനഗതിം ശക്രാൻ ലബ്ധ്വാന്തർദാന സംജ്ഞിതഃ അപത്യത്രയമാദത്ത ശിഖണ്ഡിന്യാം സുസമ്മതം. അശ്വമേധീയാശ്വത്തെ ഇന്ദ്രനിൽ നിന്ന് വീണ്ടെടുത്ത സമയം പരാക്രമം കണ്ട് സന്തോഷിച്ച ഇന്ദ്രൻ തിരോധാന വിദ്യയെ ഉപദേശിച്ചിരുന്നതിനാൽ വിജിതാശ്വന് അന്തർദാനൻ എന്നുകൂടെ ഒരു പേരുണ്ടായിരുന്നു. ആ രാജാവിന് ശിഖണ്ഡിനി എന്ന ഭാര്യയിൽ പരാക്രമാദി സൽഗുണങ്ങൾ കൊണ്ട് തന്നോട് തുല്യന്മാരാണെന്ന് പ്രജകൾ പുകഴ്ത്തുന്നവരായ 3 പുത്രന്മാരുണ്ടായി. പാവകപ്പവമാനശ്ച രുചിരിത്യഗ്നയപുരാ വസിഷ്ഠശാപാദുത്പന്നാഹ പുനര്യോഗഗതിം ഗതാഹ. ഈ 3 പുത്രന്മാർ പാവകൻ, പവമാനൻ, ശുചി എന്നു പേരുള്ള 3 അഗ്നികളുടെ അഭിമാനികളായ ദേവന്മാരാകുന്നു. പണ്ട് വസിഷ്ഠമുനി അവരെ ശപിച്ചതുകൊണ്ട് മനുഷ്യലോകത്തിൽ അവർ ജനിച്ചിരിക്കുന്നു. ഈ ജന്മത്തിൽ പൂർവവാസനയെ അനുസരിച്ച് യോഗതത്വത്തെ ധരിച്ചതിനാൽ അവർ മുക്തന്മാരായി ഭവിച്ചു. അന്തർദാനോ നഭസ്വത്യം ഹവിർദാനമവിന്ദത യ ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനഭിനജഗ്നിവാൻ. യജ്ഞീയാശ്വത്തെ അപഹരിച്ച ഇന്ദ്രനെ വധിപ്പാൻ സമർത്ഥനായിരുന്നിട്ടും വധിക്കാതിരുന്നതിനാൽ ഇന്ദ്രനിൽ നിന്ന് വരമായിട്ട് അന്തർദാന വിദ്യയെ ലഭിച്ച അന്തർദാനന് നഭസ്വതി എന്നു പേരായ 2ാമത്തെ ഭാര്യയിൽ ഒരു സന്താനമുണ്ടായി. അവന് ഹവിർദാനൻ എന്നുപേർ. രാജ്ഞാം വൃത്തിം കരാദാന ദണ്ഡശുൽക്കാദിദാരുണാം മന്യമാനോ ദീർഘസത്ര വ്യാജേന വിസസർജഃ. പ്രജകളിൽ നിന്ന് കരം പിരിക്കുക, കുറ്റക്കാരെ ശിക്ഷിക്കുക, പിഴ കൽപ്പിക്കുക എന്നീ വിധത്തിൽ ഉപജീവനം കഴിക്കുന്ന രാജാക്കന്മാരുടെ വൃത്തി പ്രാണികൾക്ക് പീഡയെ ജനിപ്പിക്കുന്നതാണെന്നുള്ള വിചാരത്താൽ ഹവിർദാനൻ ആ വൃത്തിയിൽ പ്രവേശിച്ചില്ല. ബഹുകാലം കൊണ്ട് അവസാനിക്കുന്നതായ സത്രം നടത്തി. തത്രാഭിഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജംസ്തലോകതാമാപ കുശലേന സമാധിന. സത്രത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സർവ്വ പദാർത്ഥങ്ങളും ഭഗവാന്റെ സ്വരൂപം തന്നെ എന്നുള്ള ബോധത്തോടുകൂടെ ഭക്തന്മാരുടെ സമസ്ത സന്താപങ്ങളെയും സംഹരിക്കുന്ന പരിപൂർണ സ്വരൂപനായ ഭഗവാനെ നിശ്ചലമായ മനോഭാവത്തോടുകൂടെ പൂജിച്ചതിനാൽ ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഹവിർദാനാന്തവിർധാനി വിദുരാസൂദഷട്സുദാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. ഹവിർദാനൻ്റെ പത്നി ഹവിർദാനി, ഹേ വിദുര, ബർഹിഷത്, ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ എന്നുപേരായ 6 പുത്രന്മാരെ പ്രസവിച്ചു. ബഹിർഷൽസു മഹാഭാഗോ ഹാവിർദാനി പ്രജാപതിഃ ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ യോഗേഷു ജ കുരുദ്വഹ. ഹേ കുരുകുലശ്രേഷ്ഠ, ഹവിർദാനൻ്റെ പുത്രനായ ബർഹിഷത് മഹാഭക്തനും പ്രജാപരിപാലനത്തിൽ നിഷ്ഠയുള്ളവനുമായിരുന്നു. യാഗാദികർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലും പ്രാണായാമാദികളെ വിവരിക്കുന്ന യോഗശാസ്ത്രങ്ങളിലും അദ്ദേഹം നിപുണനായിരുന്നു. യസ്യേദം ദേവയജനം അനുയത്നം വിദന്യുദഃ പ്രാചീനാഗ്രേ കുശേരാസീത് ആസ്തൃതം വസുധാതലം. ഒരു യാഗം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൽ തന്നെ മറ്റൊരു യാഗം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം കിഴക്കോട്ട് അഗ്രമാക്കി വിരിച്ചിരുന്ന ദർഭകളുണ്ട് മൂടപ്പെട്ട ഭൂമിതലം മുഴുവനും യാഗഭൂമിയാക്കി തീർത്തു. അതിനാൽ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേരുണ്ടായി.
സാമുദ്രീം ദേവദേവോക്ത ഉഭയേ മേ ശതദ്രുതീം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ടുലങ്കൃതാം പരിക്രമന്തീമുദ്വാഹേ ചകമേഗ്നിശുഗീമിവ. ദേവദേവനായ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം സർവാംഗസുന്ദരിയും ബാലയും സർവാവയവങ്ങളിൽ സമുചിതാലങ്കാരങ്ങളെ ധരിച്ചവളുമായ സമുദ്രപുത്രിയായ ശതദ്രുതിയെ പ്രാചീന ബർഹിസ് കല്യാണം കഴിച്ചു. വിവാഹസമയത്തിൽ അഗ്നികുണ്ഡത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ആ കന്യകയെ അഗ്നി ശുഗിയെ എന്ന പോലെ കാമിച്ചു. അഗ്നി ശുഗിയെ കാംക്ഷിച്ചു എന്ന് പറഞ്ഞതിൽ അടങ്ങിയ കഥ. സപ്തർഷികൾ നടത്തിയ സത്രത്തിൽ അവരുടെ ഭാര്യയെ കണ്ട വന്യദേവൻ കാമസന്തപ്തനായി. അപ്പോൾ അഗ്നിയുടെ ഭാര്യയായ സ്വാഹാദേവി സപ്തർഷിമാരുടെ ഭാര്യയുടെ സ്വരൂപത്തോടുകൂടി വന്ന് അഗ്നിദേവനെ രമിപ്പിച്ച് ശുഗിയുടെ സ്വരൂപത്തോടുകൂടെ ദർഭാഗ്രത്തിൽ രേതസ്സിനെ നിക്ഷേപിച്ചിട്ട് പോയി. ആ സ്വാഹാദേവിയെ സപ്തർഷികളുടെ ഭാര്യ എന്ന നിലയിൽ അഗ്നി എങ്ങനെ കാമിച്ചുവോ അതേപോലെ അഗ്നിദേവൻ ശതദ്രുതിയെ കാമിച്ചുവെന്ന് പറയുന്നു. വിബുധാസുരഗന്ധർവ മുനിസിദ്ധ നരോരഗാഹ വിജിതാസൂര്യയാദിക്ഷു കൊണയന്ത്യൈവ നൂപുരൈഹി. നവോടയായ ശതദ്രുതി കാൽച്ചിലമ്പുകളെ ശബ്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ അതാത് ദിക്കുകളിലുള്ള ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനികൾ, സിദ്ധന്മാർ, മനുഷ്യർ, സർപ്പങ്ങൾ എന്നിവരെല്ലാം കാമാധീനന്മാരായി ഭവിച്ചു. പ്രാചീന ബർഹിഷപുത്രാഹ ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമവ്രതാ സർവേ ധർമ്മസ്നാദ പ്രചേതസഃ. ദർഭഭാഗങ്ങളെ കിഴക്കോട്ട് തിരിച്ചു വിരിച്ച് ഭൂമിതലത്തെ മുഴുവനും മൂടത്തക്ക വിധം അത്രയധികം യാഗം ചെയ്തതിനാൽ ബർഹിഷത്തിനു തന്നെ പ്രാചീന ബർഹിസ് എന്ന പേരുകൂടി ഉണ്ടായി. ആ രാജർഷിക്ക് ശതദ്രുതി എന്ന ഭാര്യയിൽ 10 പുത്രന്മാരുണ്ടായി. അവരുടെ മനോഗതിയും നാമധേയവും ഒരുപോലെ തന്നെയായിരുന്നു. ഭഗവത് ഭജനരൂപമായ ധർമ്മത്തിൽ തന്നെ എല്ലാവർക്കും താൽപ്പര്യം. പ്രചേതസ്സുകൾ എന്നു തന്നെ എല്ലാവർക്കും നാമധേയം. പിത്രാദിഷ്ട പ്രജാസർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം സ്തപപതിം യദുക്തം പതിദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഹ. സന്താനങ്ങളെ വർദ്ധിപ്പിക്കണമെന്ന് പിതാവ് കൽപ്പിച്ചു. അപ്പോൾ സന്താനാഭിവൃദ്ധിയും ശ്രീഹരിപ്രസാദം കൊണ്ടല്ലാതെ സമുചിത രീതിയിൽ ഉണ്ടാകുകയില്ലെന്ന് നിശ്ചയിച്ച പ്രചേതസ്സുകൾ തപസ്സു ചെയ്യാൻ നിശ്ചയിക്കുകയും അതിനായി സമുദ്രത്തെ പ്രവേശിക്കുകയും ചെയ്തു. അവരിൽ പ്രസന്നനായ പരമശിവനെ മാർഗമധ്യത്തിൽ വെച്ച് കണ്ടു. ശ്രീശിവൻ ഹരിയെ ഭജിപ്പാനുള്ള ക്രമങ്ങളെയും ജപിപ്പാനുള്ള മന്ത്രത്തെയും ഉപദേശിച്ചു. അതുപ്രകാരം ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ധ്യാനിക്കുകയും ജപിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് 10,000 സംവത്സരം തപബലത്തെ പ്രദാനം ചെയ്യുന്ന ശ്രീഹരിയെക്കുറിച്ച് തപസ്സു ചെയ്തു പൂജിച്ചു. വിദുര ഉവാച പ്രചേതസാം ഗിരിത്രേണ യദാസീത്പതി സംഗമഃ യദ്വാപ്യാഹ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. വിദുരർ ചോദിച്ചു, ശ്രീ ശിവസംഗമവും ഉപദേശവും ദുർലഭമാണല്ലോ. ആ ഉപദേശം അറിയുന്നത് ഭഗവത് ഭക്തന്മാർക്ക് ആവശ്യമായിരിക്കും എന്ന വിചാരത്താൽ വിദുരർ മൈത്രേയരോട് അതിനെ വിസ്തരിച്ചു പറയുവാൻ ആവശ്യപ്പെടുന്നു. ഹേ സർവജ്ഞനായ മുനെ, പ്രചേതസ്സുകൾക്ക് മാർഗമധ്യത്തിൽ വെച്ച് ശിവസംഗമം ഉണ്ടായതെങ്ങനെ? ശ്രീ ശിവൻ അവരോട് ഉപദേശിച്ച ഭജനക്രമം എന്താകുന്നു? അതറിയുന്നതുകൊണ്ട് ഞങ്ങൾക്കും പരമപ്രയോജനമുള്ളതിനാൽ അതിനെ ഞങ്ങളോട് പറയുവാൻ കരുണയുണ്ടാകണം. സംഗമക്കലു വിപ്രഷേ ശിവേനേഹ ശരീരിണാം ദുർലഭോ മുനയോ ദദ്യുർ സംഗാദ്യമഭീപ്സിതം. ഹേ ബ്രാഹ്മണോത്തമനായ ഋഷേ, ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന ശരീരികൾക്ക് ശ്രീ ശിവനോട് സംസർഗം സിദ്ധിക്കുന്നത് ഏറ്റവും ദുർലഭമായ കാര്യമാണെന്നതിൽ സംശയമില്ല. മുനികൾ കൂടെ യാതൊരുവനെ കാണുവാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ പ്രത്യക്ഷമായി കാണുന്നില്ലല്ലോ. അതിനാൽ ശിവസന്ദർശനം പ്രചേതസ്സുകൾക്ക് സാധിപ്പാൻ പ്രത്യേക സംഗതി ഉണ്ടായിരിക്കണം. ഋഷിയായ അങ്ങ് അതറിഞ്ഞുമിരിക്കും. അതിനെ ഞങ്ങളോട് അരുളി ചെയ്യണം. ആത്മാരാമോഭിയസ്തസ്യ ലോകകൽപ്പസ്യ രാധസേ ശക്ത്യായുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. സംഹരിക്കുന്നതിനുപകരിക്കുന്ന ഘോരശക്തിയെ ആശ്രയിക്കുന്നുവെങ്കിലും ആത്മാനന്ദത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന പരമൈശ്വര്യ പരിപൂർണനായ ശ്രീ ശിവൻ ഭക്തജന മനോരഥത്തെ സാധിപ്പിക്കുവാനുള്ള കാരുണ്യത്താൽ
ലോകത്തിൽ സഞ്ചരിക്കുകയാണല്ലോ. അതിനാൽ ആ ഭഗവാൻ പ്രചേതസ്സുകളെ അനുഗ്രഹിച്ച സംഗതിയെ ഞങ്ങളോട് വിസ്തരിച്ചു പറയണം. മൈത്രേയ ഉവാച പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീജീം പ്രയയു തപസ്യാധൃതചേതസഃ. മൈത്രേയർ പറഞ്ഞു, പിതൃവാക്യ പരിപാലന രൂപമായ സദാചാരത്തെ സ്വീകരിച്ച പ്രചേതസ്സുകൾ പ്രജാവൃദ്ധി വരുത്തണമെന്നുള്ള പിതൃവാക്യത്തെ ശിരസ്സുകൊണ്ട് സ്വീകരിച്ചു. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ സംസാരം ക്ലേശാവഹമായി വരികയില്ലെന്നുള്ള വിശ്വാസത്താൽ ഭഗവത് പ്രീതിക്ക് കാരണമായിരിക്കുന്ന തപസ്സു ചെയ്യുവാൻ മനസ്സാ നിശ്ചയിച്ച് ജനസംഘത്തിൽ നിന്ന് പിരിഞ്ഞ് വിജനസ്ഥാനത്തെ തിരഞ്ഞുകൊണ്ട് പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി. പ്രകൃഷ്ടമായ സത്വഗുണം അധികരിച്ച മനസ്സുള്ളവർ എന്നാണ് പ്രചേതസ്സുകൾ എന്ന പദത്തിനർത്ഥം. ആ വിധക്കാർക്ക് ഭഗവത് ഭക്തിയിലല്ലാതെ സംസാരത്തിൽ താൽപ്പര്യമുണ്ടാകുകയില്ല. അതിനാൽ ഇവർ ജന്മന വിരക്തന്മാരാകുന്നുവെങ്കിലും പിതൃവാക്യത്തെ പരിപാലിക്കുക എന്നുള്ള സദാചാരത്തിൽ ശ്രദ്ധയുള്ളവരായിരുന്നതിനാൽ പ്രജാഭിവൃദ്ധിക്ക് കാരണമായ സംസാരത്തെ സ്വീകരിക്കാമെന്നുറച്ചു. അതുനിമിത്തം ജന്മജരാവ്യാധി ഹേതുകമായ സംസാരബന്ധം ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ ശ്രീഹരിപ്രസാദം ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചതുകൊണ്ടാണ് തപസ്സിൽ ഏർപ്പെടുവാൻ നിശ്ചയിച്ചത് എന്നു സിദ്ധിച്ചതുകൊണ്ട് ഇവർ ജന്മം മുതൽക്കു തന്നെ സാധുക്കളും ഭഗവത് ഭക്തന്മാരുമാണെന്നറിഞ്ഞ സർവജ്ഞനും സർവേശ്വരനുമായ ശ്രീ ശിവൻ ഭക്തന്മാരുടെ മൂലജ്ഞാനത്തെ സംഹരിക്കുന്ന പരമജ്ഞാനത്തെ ഉപദേശിക്കുന്ന സർവലോക പരമഗുരു അവർക്ക് സന്ദർശനത്തെയും നൽകിയെന്നുള്ള മറുപടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സദാചാരനിഷ്ഠയും ഭഗവത് ഭക്തിയും ഉണ്ടാകുമ്പോൾ അനായാസേന പരമഗുരുവിനെ ലഭിക്കും. സമുദ്രമുപവിസ്തീർണമപശ്യൻ സുമഹത്സരഃ മഹന്മന ഇവ സ്വച്ഛം പ്രസന്നസലിലാശയം നീലരക്തോൽപലാംബോജ കൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹ്വാകാരണ്ഡവനികൂജിതം മത്തഭ്രമരസൗസര്യ ഹൃഷ്ടരോമലതാംഗ്രിഭം പത്മകോശരജോദിക്ഷു വിക്ഷിപത്പവനോത്സവം. പടിഞ്ഞാറേ ദിക്കിലേക്ക് സഞ്ചരിക്കുന്ന പ്രചേതസ്സുകൾ ഒരു ദിക്കിലെത്തിയപ്പോൾ അതിമഹത്തായ ഒരു തടാകം കണ്ടു. അതിൻ്റെ വിസ്താരം ഏകദേശം സമുദ്രത്തിൻ്റേതുപോലെ അത്ര വലുതായിരുന്നു. ഭഗവത് ഭക്തന്മാരായ മഹാജനങ്ങളുടെ മനസ്സുപോലെ നിർമ്മല ജലത്തോടു കൂടിയതും ആനന്ദം നിറഞ്ഞവരെന്ന പോലെ പ്രസന്നങ്ങളായിരിക്കുന്ന മത്സ്യാദി ജന്തുക്കളോട് കൂടിയതുമായിരുന്നു. നീല രക്തവർണ്ണമുള്ള ഉൽപ്പലങ്ങളും താമരപ്പൂക്കളും കൽഹാര കുസുമങ്ങളും നീലത്താമരകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹംസങ്ങൾ, കുളക്കോഴികൾ, ചക്രവാകങ്ങൾ, എരണ്ടകൾ എന്നീ പക്ഷിവർഗങ്ങൾ ഇടവിടാതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. പൂന്തേൻ നുകർന്ന് മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ സ്വരമാധുര്യത്താൽ രോമാഞ്ചം വഹിച്ചിരിക്കയോ എന്ന് തോന്നുമാറുള്ള പൂമട്ടുകളോടുകൂടിയ വള്ളികളെ വഹിച്ചിരിക്കുന്ന വൻമരങ്ങൾ കരയിൽ നിരനിരയായി നിൽക്കുന്നുണ്ട്. താമര പൂമൊട്ടുകളെ വികസിപ്പിച്ച് അവയിലെ പൊടികളെ നാലു ഭാഗത്തും വ്യാപിപ്പിക്കുന്ന ഇളങ്കാറ്റിൻ്റെ ഉത്സവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യൂരാജപുത്രാസ്തേ മൃദംഗപണവാദ്യനു. ആ സ്ഥലത്തെത്തിയ ആ രാജപുത്രന്മാർ മൃദംഗം, പണവം മുതലായ വാദ്യങ്ങളോടനുസരിച്ചും ദിവ്യമായുള്ള ആരോഹാവരോഹണ ക്രമങ്ങളോട് യോജിച്ചിരിക്കുന്നതിനാൽ ആരുടെ മനസ്സിനെയും അപഹരിക്കുന്നതുമായ സംഗീതം കേട്ടതിനാൽ വിസ്മയിച്ചു. തർഹ്യേവ സരസസ്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമര പ്രവരം വിബുധാനുഗ്രൈഹി തപ്തഹേമനിഘായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമുർജാത കൗതുകാഹ. അതേ സമയത്ത് തന്നെ ആ തടാകത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന ശ്രീ ശിവനെ അവർ കണ്ട് പരമസന്തോഷത്തോടുകൂടെ നമസ്കരിച്ചു. ആ ദേവശ്രേഷ്ഠൻ ശ്രീ ശിവനാണെന്നറിയുവാൻ തക്ക ലക്ഷണങ്ങളെല്ലാം തികഞ്ഞിരുന്നു. നന്ദികേശ്വരൻ മുതലായ ഭൃത്യന്മാർ പിറകെയുണ്ടായിരുന്നു. ഗന്ധർവാദികൾ ഭഗവാന്റെ ഭക്തവാത്സല്യാദി കല്യാണഗുണങ്ങളെ സമീപത്തു നിന്ന് കീർത്തിക്കുന്നുണ്ട്. ഉരുക്കിയ സ്വർണം പോലെ തേജോമയമായ ശരീരവും 3 നേത്രങ്ങളും നീലനിറമായ കണ്ഠവും തങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന മുഖഭാവവും കണ്ടപ്പോൾ അവർക്കുണ്ടായ കൗതുകം കരകവിഞ്ഞു തന്നെയിരുന്നു. ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിച്ചു. സതാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതപ്രീതാനുവാചഃ.
ശരണം പ്രാപിച്ചവർക്ക് പരമാത്മസ്വരൂപത്തെ ഉപദേശിച്ച് സംസാരക്ലേശങ്ങളെ തീർക്കുവാനുള്ള സാമർഥ്യം ശ്രീ ശിവനുണ്ട്. പ്രചേതസ്സുകൾ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കുവാനുള്ള ശക്തി എങ്ങനെ ശിവനുണ്ടായത് എന്നാലോചിക്കുന്നുവെങ്കിൽ ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം മുതലായ 6 ഗുണങ്ങൾ സ്വതേ തന്നെയുള്ളതുകൊണ്ട് ശിവന് ഭഗവാൻ എന്ന സംജ്ഞ അന്വർത്ഥമാകുന്നു. ഈ ഗുണങ്ങൾ ഉണ്ടാവാൻ കാരണം ഭഗവത് ആരാധനാ ലക്ഷണമായ ധർമ്മത്തിൽ പ്രീതിയുള്ളവനായതുകൊണ്ടാകുന്നു. പ്രചേതസ്സുകളാകട്ടെ ഭഗവത് ആരാധനാരൂപ ധർമ്മം തന്നെ രാജ്യാദി കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന അറിവും അതനുസരിച്ച് നടക്കുന്ന സ്വഭാവവുമുള്ളവരാകുന്നു. ശിഷ്യധർമ്മം തികഞ്ഞിരിക്കുന്ന അവരുടെ ദർശനം ഭഗവാനും ഗുരുധർമ്മം തികഞ്ഞിരിക്കുന്ന പരമേശ്വര ദർശനം പ്രചേതസ്സുകൾക്കും പ്രീതിജനകമായിരുന്നു. പ്രീതനായ ഭഗവാൻ പ്രീതന്മാരായ അവരോട് പറഞ്ഞു. ശ്രീ മഹാദേവ ഉവാച യൂയം വേദിഷദപുത്ര വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. ശ്രീ മഹാദേവൻ പറഞ്ഞു, നിങ്ങൾ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരും ഭഗവാനെ ആരാധിപ്പാൻ ആഗ്രഹിച്ച് പുറപ്പെട്ടവരുമാണെന്നറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഭദ്രം ഭവിക്കണമെന്നുള്ള അനുഗ്രഹത്തോടുകൂടെ ഞാൻ ദർശനം നൽകിയിരിക്കുന്നു. യപ്പരം രംഹസ സാക്ഷാത് ത്രിഗുണാജിവാ സംജ്ഞിതാത് ഭഗവന്തം വാസുദേവം പ്രപന്നസ്സ പ്രിയോ ഹിമേ. അനുഗ്രഹ കാരണം പറയുന്നു. ഏതൊരുവൻ അതിസൂക്ഷ്മമായ കൂടസ്ഥനിൽ നിന്ന് ത്രിഗുണാത്മകമായ പ്രധാനത്തിൽ നിന്നും ജീവനിൽ നിന്നും വേറിട്ടിരിക്കുന്ന ശുദ്ധ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ വാസുദേവനെ ബലകാംക്ഷ കൂടാതെ ശരണം പ്രാപിച്ചിരിക്കുന്നുവോ അവൻ എനിക്ക് പ്രിയനാകുന്നു. നിങ്ങൾ പുരുഷോത്തമനായ ശ്രീ വാസുദേവനെ ശരണം പ്രാപിച്ചവരായതുകൊണ്ടാണ് നിങ്ങളിൽ എനിക്ക് പ്രീതി ഉണ്ടായിരിക്കുന്നത്. സ്വധർമ്മനിഷ്ഠ ശതജന്മവിപുമാൻ വിരിഞ്ചതാമേതി തദപരം ഹിമാം അവ്യാകൃതം ഭാഗവതോദ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാധ്യയേ. സ്വവർണാശ്രമധർമ്മത്തെ യഥാവിധി നടത്തുന്ന മനുഷ്യൻ 100 ജന്മം അങ്ങനെ കഴിയുമ്പോൾ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. ആ വിധം നിഷ്ഠയില്ലാതിരുന്നാൽ അത്ര കാലം കൊണ്ടും ആ സ്ഥാനം ലഭിക്കുകയില്ല. അതിനേക്കാൾ അധികരിച്ച പുണ്യാതിശയത്താൽ എന്നെ പ്രാപിക്കും. ശ്രീ വാസുദേവ ഭക്തനോ അവൻ്റെ ശരീരനാശത്തിൽ ഞാനും മറ്റുള്ള ദേവന്മാരും ഞങ്ങളുടെ അധികാര കാലാവസാനത്തിൽ എന്ന പോലെ ശ്രീ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുന്നു. അതിനാൽ ശ്രീ ഭാഗവതൻ ഞങ്ങളോട് തുല്യനെന്ന് സാരം. അധഭാഗവതായൂയം പ്രിയാസ്ത ഭഗവാൻ യഥാ നമത് ഭാഗവതാനാം ച പ്രേയാനന്യോസ്തി കർഹ്യജിത്. നിങ്ങൾ ഭഗവത് ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ എന്ന പോലെ എൻ്റെ പ്രിയന്മാരാകുന്നു. ഭഗവത് ഭക്തന്മാർക്കും എന്നേക്കാൾ പ്രിയം മറ്റാരെയും ഒരു കാലത്തും ഇല്ലെന്നതും സുപ്രസിദ്ധമാകുന്നു. ഞാൻ നിങ്ങളെ എന്ന പോലെ നിങ്ങൾ എന്നെയും സർവാത്മന സ്നേഹിച്ചു കൊള്ളണം. അന്യോന്യ വിശ്വാസ സ്നേഹബന്ധമാണ് ഗുരുശിഷ്യഭാവത്തെ ഉറപ്പിക്കുന്നതെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസ്സകരം ചാപി ശ്രൂയതാം തദ്വദാമി വഹ. നിങ്ങൾ പ്രിയന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് ഹിതോപദേശം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. ഇതിനെ നിങ്ങൾ ജപിക്കുവിൻ. രാഗാദി ദോഷങ്ങളെ തീർത്ത് ഭഗവത് പ്രസാദത്തെ പ്രാപിപ്പാനുള്ള യോഗ്യതയെ അന്ധഃകരണത്തിനുണ്ടാക്കി തീർക്കും. അഭ്യാസകാലത്തു തന്നെ ഭഗവത് ദർശനജന്യവും ആനന്ദാനുഭവ രൂപമായ മംഗളം സിദ്ധിക്കും. അവസാനത്തിൽ മോക്ഷത്തെയും സാധിപ്പിക്കും. അത്രയും ശ്രേഷ്ഠതയുള്ള മന്ത്രമാണിത്. അതിനെ നിങ്ങൾക്ക് ഉപദേശിക്കാം. മനസ്സിരുത്തി കേൾക്കുവിൻ. മൈത്രേയോ ഉവാച ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹതാൻ ശിവഃ ബന്ധാഞ്ജലീൻ രാജപുത്രാൻ നാരായണ പരോവജഃ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കാരുണ്യത്തോടും ശ്രീനാരായണനിൽ പരമഭക്തിയോടും കൂടിയ ഭഗവാൻ ശ്രീ ശിവൻ വിനയപൂർവ്വം നമസ്കാരാദികൾ ചെയ്ത് ശിരസിൽ കൈകളെ വെച്ച് തൊഴുതു നിൽക്കുന്ന ആ രാജപുത്രന്മാരോട് പറഞ്ഞു. ഗുരു ഉപദേശം ഫലിക്കണമെങ്കിൽ ഗുരുവിന് ശിഷ്യവാത്സല്യം, ഭഗവത് ഭക്തി, ജ്ഞാനാദി പരിപൂർത്തി മുതലായ ഗുണങ്ങളും ശിഷ്യന് ഗുരുഭക്തി, ഭഗവത് ഭക്തി മുതലായ ഗുണങ്ങളും ഉണ്ടായിരിക്കണമെന്ന് രണ്ടാമതും സൂചിപ്പിച്ചിരിക്കുന്നു. ശ്രീ രുദ്ര ഉവാച ജിതം ത ആത്മവിദുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവദാരാധസാരാധം സർവസ്മ ആത്മനേ നമഃ. ശ്രീ രുദ്രൻ അരുളി ചെയ്തു, ഹേ ഭഗവൻ, ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നവരിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായവരുടെ ആനന്ദത്തിനായിക്കൊണ്ട് അങ്ങ് സർവോത്കൃഷ്ടനായി വർത്തിക്കുന്നു. എനിക്കും ആനന്ദം ഭവിക്കണമേ.
ആനന്ദമാകുന്ന സ്വരൂപത്താൽ തന്നെ അങ്ങേക്ക് സർവവും സിദ്ധമായിരിക്കുന്നതിനാൽ ഭക്താനുഗ്രഹത്തിനായിട്ടു തന്നെ അങ്ങയുടെ മാഹാത്മ്യം വിളങ്ങുന്നു. സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ. ലോകോൽപത്തിക്ക് കാരണമായിരിക്കുന്ന താമരപ്പൂവിനെ നാഭിയിൽ ധരിച്ചിരിക്കുന്ന ശ്രീനാരായണന് നമസ്കാരം. പൃഥ്വിയാദി പഞ്ചമഹാഭൂതങ്ങൾ, ഗന്ധാദികളായ തന്മാത്രങ്ങൾ, ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ ഇവയുടെ നിയന്താവായ ഈശ്വരന് നമസ്കാരം. ചിത്തത്തിൽ അധിവസിക്കുന്ന വാസുദേവന് നമസ്കാരം. സർവവിക്ഷേപങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന നിർവികാര ശാന്തസ്വരൂപന് നമസ്കാരം. അന്യവസ്തുക്കളെ പ്രകാശിപ്പിച്ചും താനേ തന്നെ പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന തേജോമയന് നമസ്കാരം. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായാന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രത്യുമ്നായാന്തരാത്മനെ. നാശരഹിതനും സ്വമുഖാഗ്നിയാൽ പ്രളയകാലത്തിൽ ലോകത്തെ ദഹിപ്പിക്കുന്നവനും അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയും അഹങ്കാരത്തിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം സൂക്ഷ്മസ്വരൂപനുമായിരിക്കുന്ന സംഘർഷണന് നമസ്കാരം. ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയും ബോധസ്വരൂപനും അന്തരാത്മാവുമായിരിക്കുന്ന പ്രദ്യുമ്നന് നമസ്കാരം. നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ നമഃ പരമഹംസായ പൂർണ്ണായ നിവൃതാത്മനെ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന മനസ്സിൻ്റെ പ്രേരകനായ അനിരുദ്ധന് നമസ്കാരം. കിരണങ്ങളാൽ സർവത്ര നിറഞ്ഞിരിക്കുന്നവനും ക്ഷയവൃദ്ധി കൂടാതെ എന്നും ഒരുപോലെ ഇരിക്കുന്നവനും സ്വർഗപ്രാപ്തിക്കും മോക്ഷപ്രാപ്തിക്കും കാരണമായിരിക്കുന്ന കർമ്മങ്ങളെ നടത്തുവാൻ ഉപകരിക്കുന്ന കലാകാഷ്ടാദികളായ കാലങ്ങളുടെ സ്വരൂപഭൂതനും സർവപ്രാണികളുടെ അന്ധഃകരണത്തിൽ ഇരിക്കുന്നവനുമായ സൂര്യസ്വരൂപനായ ഭഗവാന് എല്ലായ്പ്പോഴും നമസ്കാരം. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ നമ ഊർജയിഷേത്രയ്യാഹ പതയേ യത്നരേദസേ. ചാതുർഹോത്രം എന്ന വൈദിക കർമ്മത്തെ സാധിപ്പിക്കുന്നവനും വാക്കുകളുടെ അധിഷ്ഠാന ദേവതയുമായിരിക്കുന്ന അഗ്നിസ്വരൂപനായ ഭഗവാന് നമസ്കാരം. പിതൃക്കൾക്കും ദേവകൾക്കും അന്നമായിരിക്കുന്നവനും അമൃതകിരണത്താൽ യാഗസാധനങ്ങളായ സോമലതാദികളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതുകൊണ്ട് വേദോക്ത കർമ്മങ്ങളുടെ പാലകനുമായിരിക്കുന്ന ചന്ദ്രസ്വരൂപനായ ഭഗവാന് നമസ്കാരം. തൃപ്തിദായ ജജീവാനാം നമഃ സർവരസാത്മനെ സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ. മാധുര്യാദി ഷഡ്രസങ്ങളുടെ സ്വരൂപമായിരിക്കുന്നതും സർവപ്രാണിവർഗങ്ങൾക്കും തൃപ്തിയെ നൽകുന്നതുമായ ജലസ്വരൂപനായ ഭഗവാന് നമസ്കാരം. സർവപ്രാണികളുടെ ഓരോ വൃഷ്ടി ശരീരമായും സമഷ്ടി ശരീരവുമായിരിക്കുന്ന ഭൂമി സ്വരൂപനായ ഭഗവാന് നമസ്കാരം. നമസ്ത്രൈലോക്യപാലായ സഹോജോ ബലായ ജ അർത്ഥലിംഗായ നഭസേ നമോന്തർബഹിരാത്മനെ. പ്രാണരൂപനായിട്ട് ത്രിലോകത്തിലുള്ള പ്രാണിവർഗങ്ങളുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സാമർത്ഥ്യത്തെ നൽകി രക്ഷിക്കുന്ന വായുസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ശബ്ദദ്വാര ലൗകികാലൗകിക പദാർത്ഥങ്ങളെ അറിയിപ്പിച്ചും ഉള്ളിലും പുറത്തും അവകാശത്തെ നൽകി സകല വ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന ആകാശസ്വരൂപനായ ഭഗവാന് നമസ്കാരം. നമഃ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ. പുണ്യകർമ്മത്താൽ പ്രാപിക്കത്തക്കതും പ്രകാശബഹുളവുമായിരിക്കുന്ന സ്വർഗവൈകുണ്ഠാദി ലോകസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ജനന മരണാദി സംസാരപ്രാപ്തിക്ക് കാരണമായ പ്രവൃത്തി കർമ്മസ്വരൂപനും പുനരാവൃത്തിരഹിതമായ വൈകുണ്ഠപ്രാപ്തി രൂപമായ മോക്ഷം സാധിപ്പിക്കുന്ന നിവൃത്തി കർമ്മസ്വരൂപനും പിതൃദേവസ്വരൂപനുമായ ഭഗവാന് നമസ്കാരം. നമോ അധർമ്മവിഭാഗായ മൃത്യവേ സുഗതായ ജ നമസ്ത ആശിഷാമീശ മനവേ കാരണാത്മനെ. അധർമ്മകർമ്മത്തിൻ്റെ പരിഭാഗസ്വരൂപമായ ദുഃഖം യാതൊന്നോ അതിനെ പ്രാണികൾക്ക് നൽകുന്ന അന്തകസ്വരൂപനായ ഭഗവാന് നമസ്കാരം. സർവ്വദേവന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന ഭഗവൻ സർവാഭീഷ്ടങ്ങളെയും അറിഞ്ഞുകൊണ്ടും സർവാന്തര്യാമിയായും എല്ലാം നൽകുവാൻ ശക്തനുമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. നമോ ധർമായ ബൃഹദേ കൃഷ്ണായ ഗുണ്ടമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ജ
ഉത്തമ ലോകപ്രാപ്തിക്ക് ഹേതുവായിരിക്കുന്ന മഹത്തായ ധർമ്മം യാതൊന്നോ അതാകുന്ന സ്വരൂപത്തോടുകൂടിയ ഭഗവാന് നമസ്കാരം. ഒരു കാലത്തും നശിക്കാത്തതായ ജ്ഞാനശക്തിയോടുകൂടിയ നിത്യാനന്ദ സ്വരൂപനായ ദേവകീപുത്രനായ കൃഷ്ണന് നമസ്കാരം. കപിലാദ്യാചാര്യ സ്വരൂപേണ സാംഖ്യയോഗമാർഗത്തെ പ്രചരിപ്പിച്ച ഭഗവാന് നമസ്കാരം. ഏതുകാലത്തും നാശമില്ലാതെയിരിക്കുന്ന പുരാണ പുരുഷനായ ഭഗവാന് നമസ്കാരം. ശക്തിത്രയസമേതായ മീഡുഷേഹം കൃതാത്മനെ ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയേ. വൈകാരികം, തൈജസം, താമസം അല്ലെങ്കിൽ സത്വം, രജസ്, തമസ് എന്ന 3 വിധ ശക്തികളോടുകൂടിയ അഹങ്കാരതത്വത്തിൽ അധിവസിക്കുന്ന ശ്രീ രുദ്രനായിക്കൊണ്ടു നമസ്കാരം. ജ്ഞാനരൂപേണ ചേതസ്സിലും ക്രിയാരൂപേണ ഇന്ദ്രിയങ്ങളിലും അധിവസിക്കുന്ന ഭഗവാന് നമസ്കാരം. വാഗിന്ദ്രിയത്തിൽ കൂടെ വിവിധ ശക്തികളോടുകൂടിയ വാക്കുകളെ പുറപ്പെടുവിക്കുന്ന ഭഗവാന് നമസ്കാരം. ദർശനം നോ ദിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. അങ്ങയുടെ ഭക്തന്മാർ ഏറ്റവും ആദരിക്കുന്ന അങ്ങയുടെ ദർശനത്തെ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ദർശനം നൽകണമേ. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നവരുടെ പരമപ്രേമത്തിന് വിഷയമായും സകലേന്ദ്രിയങ്ങൾക്കും ഏകകാലത്തിൽ ആനന്ദത്തെ നൽകുന്നതുമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ ഞങ്ങൾക്ക് കാട്ടിത്തരണമേ. സ്നിഗ്ധപ്രാവൃദ്ഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവായത ചതുർബാഹും സുജാതരുചിരാനനം. വർഷകാലമേഘം പോലെ മൃദുവായും ശ്യാമളമായുമിരിക്കുന്ന നിറത്തോടും സർവസൗന്ദര്യത്തിൻ്റെ സംഗ്രഹത്തോടും മനോഹരങ്ങളും ആയുധങ്ങളുമായ 4 കൈകളോടും വൃത്തമൊത്തതും ഭക്തജന മനസ്സിനെ അപഹരിക്കുന്നതുമായ മുഖത്തോടും കൂടിയതാകുന്നു അങ്ങയുടെ സ്വരൂപം. പത്മകോശപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുഖപാലാസ്യം സമകർണവിഭൂഷണം. താമരദളങ്ങൾ പോലെ നീണ്ടിരിക്കുന്ന നേത്രങ്ങളോടും സൗന്ദര്യമുള്ള പുരികങ്ങളോടും നാസികയോടും ശോഭനമായ ദന്തത്തോടും ശോഭയുള്ള കവിൾത്തടങ്ങളോടുകൂടിയ മുഖത്തോടും സമാകൃതിയിലിരിക്കുന്ന കർണങ്ങളാകുന്ന ഭൂഷണത്തോടും കൂടിയിരിക്കുന്ന അങ്ങയുടെ രൂപം പ്രീതിപ്രഹസിതാപാങ്ക അളകൈരൂപശോഭിതം ലസത്പങ്കജ കിഞ്ചൽക്ക ദുഗൂലം മൃഷ്ടകുണ്ടലം. ഭക്തന്മാരെക്കുറിച്ചുള്ള പ്രീതിയെ സൂചിപ്പിക്കുന്ന മന്ദഹാസത്തോട് ചേർന്നിരിക്കുന്ന കടക്കണ്ണുകളെ കൊണ്ടുള്ള നോട്ടത്തോടു കൂടിയതും കുറുനിരകളാൽ പ്രകാശിക്കുന്നതും താമരകേസരം പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതും ഉജ്ജ്വലിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയതുമായിരിക്കുന്ന ഭഗവത് സ്വരൂപം. സ്ഫുരത് കിരീടവലയഹാരനൂപുരമേഖലം ശംഖചക്രഗദാ പത്മമാലാമണ്യുത്തമർദ്ദിമത്. ഏറ്റവും തിളങ്ങുന്ന കിരീടം, വലയങ്ങൾ, ഹാരങ്ങൾ, കാൽച്ചിലമ്പുകൾ, അരഞ്ഞാൾ, ശംഖം, ചക്രം, ഗദ, പത്മം, വനമാല, കൗസ്തുഭരത്നം എന്നിവയാൽ ശോഭാസമ്പത്തിയോട് കൂടിയതുമാകുന്നു. സിംഹസ്കന്ധത്യുഷാ ബിഭ്രത് സൗഭഗഗ്രീവ കൗസ്തുഭം ശ്രീയാനപായിന്യാക്ഷിപ്ത നികഷാശ്മോരസോല്ലസത്. സിംഹത്തിൻ്റേതുപോലിരിക്കുന്ന സ്കന്ധങ്ങളുടെ ശോഭയോട് കൂടിയതും അത്യന്തം ഭംഗിയുള്ള കണ്ടത്തിൽ വിളങ്ങുന്ന കൗസ്തുഭം എന്ന രത്നത്തോടു കൂടിയതും വിട്ടുപിരിയാതെയിരിക്കുന്ന ലക്ഷ്മി ദേവിയാൽ ശോഭിക്കുന്ന മാറിടത്തിൻ്റെ ശോഭ കൊണ്ട് ഉജ്ജ്വലിക്കുന്നതുമാകുന്നു ഭഗവാന്റെ സ്വരൂപം. പൂരരേചക സംവിഘ്ന വലിവൽഗുദളോദരം പ്രതിസംക്രമയാദ്വിശ്യം നാഭ്യാവർത്തഗഭീരയാ. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതുകൊണ്ടും പുറത്തേക്ക് വിടുന്നതുകൊണ്ടും ഇളകിക്കൊണ്ടിരിക്കുന്ന ത്രിവലികളാൽ മനോഹരമായും ആലില പോലെ ഇരിക്കുന്നതുമായ ഉദരത്തോടു കൂടിയതും ഉദരത്തിലുള്ള ലോകത്തെ പുറത്തേക്ക് വിട്ടിരിക്കുന്ന മാർഗമായ ആഴമേറിയ നാഭിയിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് ലയിപ്പിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നുവോ എന്ന് തോന്നുമാറിയിരിക്കുന്നതുമാകുന്നു ഭഗവാന്റെ സ്വരൂപം. ശ്യാമശ്രോണ്യദ്ദിരോജിഷ്ണു ദുഗൂലസ്വർണമേഖലം സമചാർവങ്കൃജങ്കോരു നിമ്നജാനു സുദർശനം. ശ്യാമള നിറമായ അരക്കെട്ടിൽ പ്രകാശിക്കുന്ന മഞ്ഞപ്പട്ടിന്മീതെയുള്ള സ്വർണ്ണ അരഞ്ഞാണോടുകൂടിയതും സമങ്ങളും മനോഹരങ്ങളുമായ പാദങ്ങൾ, കണങ്കാലുകൾ, തുടകൾ എന്നിവയോടും പതിഞ്ഞിരിക്കുന്ന മുട്ടുകളോടും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന കാഴ്ചയോടും കൂടിയിരിക്കുന്നു ശ്രീഹരിയുടെ രൂപം. പദാശരത് പത്മപലാശരോജിഷ നഖദ്യുഭിർനോന്തരകം വിദുന്നത പ്രദർശയസ്വീയമഭാസ്തസാദ്വസം പദം ഗുരോ മാർഗ ഗുരുസ്തമോജുഷാം. ചന്ദ്രകിരണം പോലെ ശോഭിക്കുന്ന നഖകാന്തികൾ കൊണ്ട് ഉപാസകന്മാരായ ഞങ്ങളുടെ അന്ധഃകരണത്തെ ആശ്രയിച്ചിരിക്കുന്ന അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ദൂരീകരിക്കുന്നതും
ശരത്കാലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ ദളം പോലെ കാന്തിയോടുകൂടിയതുമായ അങ്ങയുടെ പാദമാകുന്ന ദീപത്തിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയാൽ, ഹേ ഗുരു, അജ്ഞന്മാരായവർക്ക് വഴികാട്ടിക്കൊടുക്കുന്ന അങ്ങുതന്നെ ഭക്തന്മാരുടെ സംസാരഭീതിയെ നിശേഷം നശിപ്പിക്കുന്ന ലാവണ്യനിദാനമായ അങ്ങയുടെ സ്വരൂപത്തെ കാട്ടിത്തരണമേ. ഏതദ്രൂപമനുദ്ദേയം ആത്മശുദ്ധിമഭീപ്സതാം യദ്ഭക്തിയോഗോപയതഃ സ്വധർമ്മമനുതിഷ്ഠതാം. ദേഹാന്ദ്രിയാദികളുടെയും ജീവൻ്റെയും പരിശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഭക്തന്മാരാൽ ഇപ്രകാരമിരിക്കുന്ന അങ്ങയുടെ രൂപം നിരന്തരം നമസ്കരിക്കത്തക്കതും ധ്യാനിക്കത്തക്കതുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാരുടെ ധർമ്മമായ സ്തോത്ര നമസ്കാര ധ്യാനാദികളെ ശീലിക്കുന്നതുകൊണ്ട് സംസാരത്തിൽ രണ്ടാമത് പ്രവേശിക്കേണ്ടി വരുമോ എന്നുള്ള ഭീതി നിശേഷം നശിക്കുന്നു. ഭവാൻ ഭക്തിമതാം ലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വരാജ്യസ്യാഭ്യുപമത ഏകാന്തേനാത്മവിദ്ഗതിഃ. സാധാരണ ജനങ്ങൾക്ക് ലഭിപ്പാൻ സാധിക്കാത്തവനാകുന്നുവെങ്കിലും അങ്ങ് ഭക്തന്മാരാൽ പ്രാപ്യനാകുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവരും അങ്ങയെ പൂജ്യനായിട്ട് കരുതുന്നു. എല്ലാറ്റിൽ നിന്നും വിരക്തനായിരിക്കുന്ന ഏകാന്ത ഭക്തനായ ആത്മജ്ഞാനിയും അങ്ങയെ ആശ്രയിക്കുന്നവനാകുന്നു. തം ദുരാരാധ്യമാരാധ്യ സദാമപി ദുരാഭയ ഏകാന്തഭക്ത്യാ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹിഃ. എല്ലാവിധ കാംക്ഷകളെയും വെടിഞ്ഞ് കഷ്ടപ്പെട്ട് ആരാധിക്കേണ്ടുന്ന അങ്ങയെ സദാചാര തൽപരന്മാർക്ക് കൂടെ ലഭിപ്പാൻ പ്രയാസമുള്ള പരമഭക്തിയോടുകൂടെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങയുടെ പാദമൂലത്തെ മാത്രമല്ലാതെ അന്യമായ വിഷയസുഖത്തെ ഏതൊരു പണ്ഡിതൻ ആഗ്രഹിക്കും? വിചാരശീലനാണെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഭക്തിയുടെ പരമപ്രയോജനം അങ്ങയെ പ്രാപിക്കുന്നതു മാത്രമാകയാൽ അങ്ങയുടെ ദർശനം മാത്രം ഞങ്ങൾക്ക് നൽകണം. യത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യവിസ്ഫൂർജിത ബ്രുവ. ഞങ്ങൾ സ്വർഗാദി ലോകങ്ങളെ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ ലോകങ്ങളെല്ലാം നാശത്തിന് അധീനങ്ങളാകുന്നു. അങ്ങയെ ആശ്രയിച്ചവൻ മാത്രം നാശത്തിൽ നിന്നും മുക്തനാകുന്നു. പ്രഭാവത്തെയും ഉത്സാഹത്തെയും സൂചിപ്പിക്കുന്ന പുരികങ്ങളുടെ ചലനമാത്രത്താൽ ലോകത്തെയെല്ലാം നശിപ്പിക്കുവാൻ സമർത്ഥനാകുന്നുവെങ്കിലും അന്തകൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നവനെ മാത്രം തിരിഞ്ഞു നോക്കുകയില്ല. ഇവൻ എനിക്ക് അധീനമാകുമോ എന്നുള്ള ചിന്ത പോലും അന്തകന് വരില്ല. അതിനാൽ നാശഭീതിയില്ലാത്ത ഭഗവത് പാദമൂലത്തെ തന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ക്ഷണാർദ്ധേനാഭിതുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗിസംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. അങ്ങയെ ആശ്രയിച്ചവർക്ക് സംസാരഭീതി ഇല്ലെന്നുള്ള സംഗതി ഇരിക്കട്ടെ, അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തജനങ്ങളുടെ സംസർഗം അല്പസമയം സിദ്ധിക്കുന്നതായാൽ അതിന് തുല്യമല്ല സ്വർഗസുഖവും എന്നുവേണ്ട മോക്ഷസുഖവും കൂടെ എന്നുതന്നെ ഞാൻ ഖണ്ഡിച്ചു പറയുന്നു. അങ്ങനെയിരിക്കെ മനുഷ്യലോകസുഖം അതിന് തുല്യമല്ലെന്ന് പറയണമെന്നില്ലല്ലോ. ഭക്തജനങ്ങളോടുകൂടെ ക്ഷണാർദ്ധമെങ്കിലും സംസർഗമുണ്ടാകുന്നതുകൊണ്ട് സിദ്ധിക്കുന്ന സ്വൽപ്പമായ ഭക്തി ക്രമത്തിൽ വർദ്ധിച്ച് സംസാരക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുവാൻ സമർത്ഥയായ പരമഭക്തിയായി തീരുന്നതാകയാൽ ഭക്തജന സംസർഗം സ്വർഗത്തേക്കാൾ കാക്ഷിക്കത്തക്കതാണ്. അധാനകാംഗ്രേസ്തവ കീർത്തിതീർത്ഥയോരന്തർബഹിസ്നാന വിദൂതപാപ്നാം ഭൂതേഷനുക്രോശ സുസത്വശീലിനാം സ്യാത്സംഗമോനുഗ്രഹയേഷനസ്തവ. സ്മരിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുവാൻ വൈഭവത്തോടുകൂടിയ പാദങ്ങളുള്ള അങ്ങയുടെ കീർത്തിയിൽ മനസ്സുകൊണ്ടും പാദസ്പർശനം നിമിത്തമുണ്ടായ തീർത്ഥമായ ഗംഗയിൽ ശരീരം കൊണ്ട് സ്നാനം ചെയ്തുകൊണ്ട് പാപങ്ങളെ മുഴുവൻ നശിപ്പിച്ചിരിക്കയാൽ പ്രാണികാരുണ്യത്താലും സൽസ്വഭാവത്താലും ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ സംസർഗം ഞങ്ങൾക്ക് ലഭിപ്പാനായി അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിലുണ്ടാകണം. നയസ്യ ചിത്തം ബഹിരർത്ഥവിഭ്രമം തമോഗുഹായാം ച വിശുദ്ധമാവിശത് യൽഭക്തിയോഗാനുഗൃഹീതമഞ്ജസ മുനിർവിജഷ്ടേനനുതത്രതേ ഗതിം. അങ്ങയുടെ പരമാർത്ഥമായ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ഭക്തിയാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഭക്തിയോഗത്താൽ യാതൊരുവൻ്റെ മനസ്സ് രാഗാദി ദോഷങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടതായും പരിശുദ്ധമായും രജോ ഗുണത്തിൻ്റെ വ്യാപ്തി നിമിത്തമുണ്ടാകാറുള്ള വിഷയാശയിൽ നിന്നും നിർമുക്തമായും അതുകൊണ്ടുതന്നെ അജ്ഞാന ബഹുളമായിരിക്കുന്ന നീചയോനികളിൽ പ്രവേശിപ്പാൻ അവകാശമില്ലാത്തതായും ഭവിക്കുന്നുവോ, അപ്പോൾ ആ മുനി അങ്ങയെ ചിന്തിക്കുന്നതിന് യോഗ്യമായ ആ ചിത്തത്തിൽ തന്നെ പെട്ടെന്ന് അങ്ങയുടെ പരമാർത്ഥ സ്വരൂപത്തെ കാണുന്നു. ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമാകുമ്പോൾ ഭഗവത് തത്വം അതിൽ പ്രതിഫലിക്കുന്നു.
യത്രേദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിന്നവബാധിയത് തത്വം ബ്രഹ്മ പരഞ്ജ്യോതിരാകാശമിവ വിസ്തൃതം. ഏതൊന്നിൽ ഈ കാണപ്പെടുന്ന ലോകം വിളങ്ങുന്നുവോ, ഈ ലോകത്തിൽ യാതൊന്ന് അന്തര്യാമിയായിട്ട് ശോഭിക്കുന്നുവോ, സ്വയമേവ പ്രകാശിച്ചും ആകാശം പോലെ ഉള്ളിലും പുറത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മം അങ്ങാകുന്നുവെന്ന് ഭക്തനായ മുനി ചിത്തരംഗത്തിൽ കാണുന്നു. മായയേദം പുരുരൂപയാ സൃജത് ബിഭർത്തി ഭൂയക്ഷഭയത്യവിക്രിയഃ യദ്ഭേദബുദ്ധി സദിവാത്മദുസ്തയാ തമാത്മതന്ത്രം ഭഗവൻ പ്രദീമഹി. ഹേ ഭഗവൻ, നാനാരൂപങ്ങളായി പരിണമിക്കുവാൻ സമർത്ഥനായിരിക്കുന്ന ത്രിഗുണാത്മകമായ മായയെക്കൊണ്ട് യാതൊരുവൻ ബ്രഹ്മാവാദി സ്വരൂപനായിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും വിഷ്ണുവാദി സ്വരൂപനായിട്ട് രക്ഷിക്കുകയും രുദ്രാദി സ്വരൂപനായിട്ട് സംഹരിക്കുകയും ചെയ്യുന്നുവോ, ഈ സൃഷ്ടിയാദി വ്യാപാരങ്ങളാൽ യാതൊരു വികാരത്തെയും പ്രാപിക്കാതെ എന്നും സ്വതന്ത്രനായിരിക്കുന്ന ആ പരമപുരുഷൻ അങ്ങുതന്നെ എന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാമായി പരിണമിപ്പാൻ സമർത്ഥനായിരിക്കുന്നുവെങ്കിലും മായയ്ക്ക് ആത്മസ്വരൂപനായ അങ്ങയിൽ വികാരത്തെ ജനിപ്പിക്കുവാൻ സാമർഥ്യമില്ലാത്തതുകൊണ്ട് അങ്ങ് നിത്യാനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. ഇതരന്മാരായ ജീവാത്മാക്കളാകട്ടെ മായയുടെ വ്യാപ്തി നിമിത്തം ഈ ലോകത്തെ നിന്തിരുവടിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന സൽപദാർത്ഥമായിട്ട് ധരിക്കുന്നു. അതുകൊണ്ട് അവർ നിത്യവും ദുഃഖികളായും ഇരിക്കുന്നു. ക്രിയാകലാപൈരിതമേവ യോഗിനഃ ശ്രദ്ധാന്വിതാ സാധു യജന്തി സിദ്ധയേ ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേജതന്ത്രേ ചത ഏവ കോവിദാഃ. പരമശ്രേയസ്സിനെ സാധിപ്പിക്കുന്നതായ ഭക്തിയെ ആശ്രയിച്ചിരിക്കുന്ന യാതൊരു യോഗികൾ ഈ സ്വരൂപത്തെ തന്നെ ധ്യാനം, സേവ, സ്തുതി, നമസ്കാരം എന്നീ പലവിധ വ്യാപാരങ്ങളാൽ വേണ്ടതുപോലെ സേവിക്കുന്നുവോ അവർ തന്നെ വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞിരിക്കുന്ന സാരാംശത്തെ ധരിച്ചിരിക്കുന്ന തത്വജ്ഞന്മാർ. അങ്ങയുടെ സൽഭാവത്തെ അവർ എങ്ങനെ ധരിക്കുന്നുവെന്നാൽ ജഡങ്ങളായ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധഃകരണവും അവയുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്നത് പ്രേരകനായ അങ്ങയുടെ സാന്നിധ്യം നിമിത്തമാകയാൽ അങ്ങ് സർവത്ര നിറഞ്ഞിരിക്കുന്ന പരമചൈതന്യമാണെന്ന് അനുമാനത്താൽ അറിഞ്ഞിട്ട് അങ്ങയെ നിരന്തരം സേവിക്കുന്നു. സത്സംഗം നിമിത്തം ലഭിക്കുന്ന ഭക്തി തന്നെ പരമശ്രേയസ്സിനെ സാധിപ്പിക്കുന്ന മുഖ്യ സാധനം. ത്വമേക ആദ്യ പുരുഷ സുപ്തശക്തിസ്തയാ രജസ്സത്വതമോ വിഭിദ്യതേ മഹാനഹം ഖം മരുദഗ്നിവാർധരാഃ സുരർഷയോ ഭൂതഗണായിദം യദഃ. ആദിയിൽ അങ്ങ് ഏകനായിരിക്കുന്ന പുരുഷൻ മാത്രമാണുള്ളത്. ലോകോകാരമായി തീരുവാൻ സമർത്ഥയായ അങ്ങയുടെ ആ മായാശക്തിയാകട്ടെ അങ്ങയിൽ ലയിച്ചിരിക്കുന്നു. പിന്നെ ആ ശക്തിയിൽ അടങ്ങിയിരിക്കുന്ന രജസ്, സത്വം, തമസ് എന്ന 3 ഗുണങ്ങൾ വേർതിരിഞ്ഞ് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നു. ഇതിന് ഗുണക്ഷോഭം എന്നു പേർ. ഇത് നിമിത്തം ഈ കാണപ്പെടുന്ന ലോകത്തിൻ്റെ നിർമ്മാണത്തിന് ആദികാരണദ്രവ്യമായിരിക്കുന്ന മഹത്തത്വം, അഹങ്കാരതത്വം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന തത്വങ്ങളും ദേവന്മാർ, ഋഷികൾ, പ്രാണിവർഗങ്ങൾ എന്നീ സൃഷ്ടികളും അവയുടെ വാസസ്ഥാനമായിരിക്കുന്ന ഈ ലോകവും ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ അങ്ങ് ഏകൻ ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്നു. സൃഷ്ടം സ്വശക്തിയേദമനുപ്രവിഷ്ടശ്ചതുർവിധം പുരമാത്മാംശകേന അതോ വിദുസ്ത്വം പുരുഷം സന്തമന്തർ ഭുങ്ക്തേ ഋഷീകൈർമധുസാരകം യഃ. സ്വശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജരായുജം, അണ്ഡജം, സ്വേദജം, ഉൽബിജം എന്ന ഭേദത്താൽ 4 വിധമിരിക്കുന്ന ശരീരങ്ങളിൽ ഭഗവാൻ ആത്മാംശത്താൽ ജീവനായിട്ടും അന്തര്യാമിയായിട്ടും പ്രവേശിച്ചിരിക്കുന്നു. അതിൽ ജീവൻ തേനീച്ചകൾ ശേഖരിച്ചുണ്ടാക്കുന്ന തേനെന്ന പോലെ നിസ്സാരങ്ങളായും തുച്ഛങ്ങളായും ക്ഷണികങ്ങളുമായിരിക്കുന്ന വിഷയസുഖങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന മുഖങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു. നിത്യാനന്ദ സ്വരൂപത്തിൽ അന്തർഭാഗത്തിൽ വിളങ്ങുന്ന അന്തര്യാമിയെ തത്വജ്ഞന്മാർ പരമപുരുഷനായിട്ട് അറിയുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവരൂപേണ വിഷയസുഖങ്ങളെ ഇന്ദ്രിയദ്വാര ഭുജിക്കുന്നവർ ജനന മരണങ്ങൾക്ക് അധീനന്മാർ. വൈരാഗ്യ ഭക്തിസഹിതന്മാരായിട്ട് അന്തര്യാമിയെ അറിയുന്നവർ ജീവൻ മുക്തന്മാർ. ഈശ്വരൻ നിത്യമുക്തൻ. അവിദ്യാസംബന്ധം ബന്ധത്തിനും വിദ്യാസംബന്ധം മുക്തിക്കും കാരണം. അവിദ്യ, വിദ്യ എന്ന ഭേദം നിമിത്തം ജീവൻ ഈശ്വരൻ എന്ന വ്യവഹാരം ഏർപ്പെട്ടിരിക്കുന്നു. രണ്ടിൻ്റെയും ലയത്തിൽ ഭഗവാൻ ഏകൻ മാത്രം നിത്യാനന്ദ സ്വരൂപനായിട്ട് നിരന്തരം വിളങ്ങുന്നുവെന്നുള്ള പരമാർത്ഥത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു.
സയേഷ ലോകാനതിചണ്ഡവേഗോ വികർഷസി ത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈർ അനുമേയതത്വോ ഘനാവലിർവായുരിവാവിഷഹ്യഃ. ലോകങ്ങളെ സൃഷ്ടിച്ച ജീവരൂപേണ അതിൽ വസിക്കുന്ന അങ്ങുതന്നെ ആരാലും തടുക്കുവാൻ കഴിയാത്ത ഗതിവേഗത്തോടുകൂടിയ കാലസ്വരൂപനായിട്ട് ലോകങ്ങളെയും ഭൂതങ്ങളെയും പ്രാണിവർഗങ്ങളെയും ഭൂതങ്ങളെ കൊണ്ടുതന്നെ അഗ്നി ജലം മുതലായ പഞ്ചഭൂതങ്ങളെ കൊണ്ടും വാതപിത്ത കഫങ്ങൾ എന്ന് പറയപ്പെടുന്ന ത്രിദോഷങ്ങളെ കൊണ്ടും നശിപ്പിക്കുന്നു. മേഘങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്തതായ ശക്തിയോടുകൂടിയ ചണ്ഡമാരുതൻ മേഘനിരകളെ അടിച്ചു പറപ്പിക്കുന്നതുപോലെ അങ്ങ് സകല ഭൂതങ്ങളെയും നാലുഭാഗത്തും ചലിപ്പിച്ചു നശിപ്പിക്കുന്നു. ഇപ്രകാരം അങ്ങയെ സാധാരണന്മാർ കാണുന്നുമില്ല. തത്വജ്ഞന്മാർ അങ്ങയുടെ ആ ശക്തിയെ നശിപ്പിക്കാനുള്ള സാമർഥ്യത്തെ ഊഹത്താൽ അറിയുന്നതേയുള്ളൂ. പ്രമുക്തമുച്ചൈർ ഇതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാ വിപദ്യസേ ഷുല്ലേലിഹാനോ ഹിരിവാകുമന്ദകഃ. ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ അതിതാൽപ്പര്യമുള്ളവനും ഈ പ്രവൃത്തി ചെയ്താൽ ഈ സുഖം സിദ്ധിക്കും എന്നിങ്ങനെയുള്ള ചിന്തയിൽ മുങ്ങിക്കിടക്കുകയാൽ സർവത്തെയും സംഹരിക്കുന്ന കാലസ്വരൂപനായ അങ്ങയെപ്പറ്റി സ്മരിപ്പാൻ പോലും അവസരം ലഭിക്കാതെ ഒരു സുഖം സിദ്ധിച്ചു കഴിഞ്ഞ ഉടനെ മറ്റൊരു സുഖത്തെ ആഗ്രഹിക്കുന്ന ലോഭാവേശത്താൽ ഏറ്റവും പ്രമത്തനായും ഇരിക്കുന്നവനെ, ഇത്തരക്കാരടങ്ങിയിരിക്കുന്ന ലോകത്തെ, അവൻ്റെ കർമാവസാന ക്ഷണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന അന്തകസ്വരൂപനായ അങ്ങ് ഭക്ഷണപദാർത്ഥങ്ങളെ ശേഖരിച്ചു വയ്ക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് മാളത്തിനുള്ളിലേക്ക് പാഞ്ഞുപോകുന്ന എലിയെ മാർഗമധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടിയ വിശന്നു കുഴങ്ങുന്ന സർപ്പം തൻ്റെ ആഹാരമാക്കി തീർക്കുന്ന പോലെ വിചാരിക്കാതിരിക്കുന്ന സമയത്തിൽ നശിപ്പിക്കുവാനായി അരികത്ത് ചെന്ന് ചേരുന്നു. കസ്ത്വത്പദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവമാനവ്യയമാനകേതനഃ വിശങ്കയാസ്മദ് ഗുരുരർച്ചതി സ്മയ ദിനോപപത്തിം മനവശ്ചതുർദശ. ഹേ ഭഗവൻ, അങ്ങയെ ആദരിക്കാതിരിക്കുന്നവരെല്ലാവരും നാശത്തിന് അതീതന്മാരാണെന്ന് അറിവുള്ള ഏതൊരു വിദ്വാൻ അങ്ങയുടെ പാദപത്മത്തെ സേവിക്കാതിരിക്കും? വിവേകമുള്ള ഏതൊരുവനും സേവിക്കും നിശ്ചയം. ഞങ്ങളുടെ ഗുരുവായ ശ്രീ രുദ്രനും നാശഭയം നിമിത്തം ആ പാദത്തെ സേവിച്ചു തന്നെ ഇരിക്കുന്നു. അനുഭവജ്ഞാനമില്ലെങ്കിലും പരമ്പരാക്രമണത്തെ അനുസരിച്ച് 14 മനുക്കളും ആ പാതാരവിന്ദത്തെ തന്നെ ആരാധിച്ചു വരുന്നു. അദത്വമസ്സിനോ ബ്രഹ്മൻ പരമാത്മൻ വിഭശ്ചിതാം വിശ്വം രുദ്രഭയദ്വസ്തം അകുതശ്ചിത് ഭയാഗതിഹി. കാലാദികളെയും നിയമനം ചെയ്യുന്ന പരമാത്മാവായും സർവത്ര പരിപൂർണനുമായിരിക്കുന്ന ബ്രഹ്മൻ സകലവും കാലഭീതിക്ക് അധീനമാണെന്നറിയുന്ന ഞങ്ങൾ യാതൊരുവിധമായ ഭയവും ബാധിക്കാതിരിക്കാൻ തക്കവിധം രക്ഷാസ്ഥാനമായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഇദം ജപദഭദ്രം വോ വിശുദ്ധ നൃപനന്ദനാഃ സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാഃ. ഹേ രാജപുത്രന്മാരെ, രാഗാദിവൃത്തികളായ ദോഷങ്ങളെ മനസ്സിൽ നിന്ന് തീരെ കളഞ്ഞും ഹിംസാദി ഘോരകർമ്മങ്ങളെ കൂടാതെ അനായാസേന കിട്ടുന്ന ഫലമൂലാദികളെ കൊണ്ട് ശരീര നിർവഹണരൂപമായ ധർമ്മത്തെ അനുഷ്ഠിച്ചും ഭഗവാനിൽ തന്നെ മനസ്സിനെ നിലനിർത്തിയും കൊണ്ട് ഈ സ്തോത്രത്തെ നിങ്ങൾ ജപിക്കുവിൻ, നിങ്ങൾക്ക് മംഗളം ഭവിക്കും. തമേവാത്മാനമാത്മസ്ഥം സർവഭൂതേഷ്വവസ്ഥിതം പൂജയദ്വം ഗൃണന്തശ്ച ധ്യായന്തശ്ച സഹൃദ്ധരീം. തന്നിലും സർവചരാചരങ്ങളിലും ജീവാത്മാവായും സർവാന്തര്യാമിയായുമിരിക്കുന്ന ശ്രീഹരിയെക്കുറിച്ച് തന്നെ കീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരം പൂജിക്കുവിൻ. യോഗാദേശമുപാസാദ്യ ധാരയന്തോ മുനിവ്രതാഃ സമാഹിതധിയഃ സർവ ഏതദഭ്യഃ സദാ ധൃതാഃ. യോഗാദേശം എന്നുപേരായ ഈ സ്തോത്രത്തെ എന്നിൽ നിന്ന് കേട്ട് മനസ്സിൽ ഉറപ്പിച്ചവരും മുനികളെപ്പോലെ ആഹാരാദി നിയമങ്ങളോടുകൂടിയവരും മനസ്സിനെ ചലിപ്പിക്കാതെ ഭഗവത് രൂപത്തിൽ തന്നെ നിർത്തുന്നവരായിട്ട് നിങ്ങളെല്ലാവരും ഇതിനെ ആദരപൂർവം ആവർത്തിച്ചു ജപിക്കുവിൻ. ഇദമാഹ പുരാസ്മാകം ഭഗവാൻ വിശ്വസൃക്പതിഃ ഭൃഗ്വാദീനാമാത്മജാനാം ശുശ്രൂഷു സംശുശ്രൂഷതാം. ഇത് എന്നാൽ സ്വന്തമായി കൽപ്പിക്കപ്പെട്ടതല്ല. ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മദേവൻ്റെ ആജ്ഞാനുസരണം പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ഭൃഗ്വാദികളായ ഞങ്ങൾക്ക് സാക്ഷാൽ ജ്ഞാനമൂർത്തിയായ ബ്രഹ്മദേവൻ ഉപദേശിച്ചതാകുന്നു. അതുകൊണ്ടാണ് പ്രജാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും ഇതിനെ ഞാൻ ഉപദേശിച്ചത്. തേ വയം നോദിതാ സർവേ പ്രജാസർഗേ പ്രജേശ്വരാഃ
അനേന ദോസ്തതമസഃ സിസൃഷ്മോ വിവിധാ പ്രജാഃ. പ്രജകളെ വർദ്ധിപ്പിക്കണമെന്നുള്ള ബ്രഹ്മാജ്ഞയെ പരിപാലിപ്പാൻ പുറപ്പെട്ട പ്രജാപതികളായ ഞങ്ങളെല്ലാവരും ഈ സ്തോത്രത്തിൻ്റെ നിരന്തര പഠന മാഹാത്മ്യത്താൽ പ്രജാസൃഷ്ടിയിൽ യാതൊരു തടസ്സവും നേരിടാത്തവരായിട്ട് നാനാവിധ പ്രജകളെ സൃഷ്ടിച്ചു. അതേദം നിത്യദായുക്തോ ജപവന്നവഹിത പുമാൻ അചിരാശ്രേയ ആപ്നോതി വാസുദേവ പരായണഃ. ബ്രഹ്മദേവൻ ഞങ്ങൾക്ക് ഉപദേശിച്ചതും അനുഭവരൂപേണ ബലം കാണപ്പെട്ടിരിക്കുന്നതുമായ ഈ സ്തോത്രത്തെ ഏതൊരു പുരുഷൻ ശ്രീ വാസുദേവനെ പരമാശ്രയമായി കരുതി മനസ്സിനെ ചലിപ്പിക്കാതെ അന്യവിഷയാസക്തി കൂടാതെ നിരന്തരം ജപിക്കുന്നുവോ അവൻ ആഗ്രഹിക്കുന്ന പുരുഷാർത്ഥത്തെ കാലതാമസം കൂടാതെ പ്രാപിക്കും. ഈ സ്തോത്രത്താൽ ശീഘ്രം പ്രസന്നനാകുന്ന ഭഗവാൻ അവൻ്റെ അഭീഷ്ടത്തെ നൽകും. ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനനൗർവ്യസനാർണവം. ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം ശ്രേയസ്സു തന്നെയാണെങ്കിലും അവയിൽ വെച്ച് പരമമായ ശ്രേയസ് ഭഗവാന്റെ ലീലാവതാരങ്ങളെക്കുറിച്ചുള്ള പരമപ്രേമലക്ഷണയായ ഭക്തിദ്വാര സിദ്ധിക്കുന്ന പരമാനന്ദാനുഭവ രൂപമായ ജ്ഞാനം തന്നെയാണെന്നറിയണം. എന്തുകൊണ്ടെന്നാൽ അന്യപുരുഷാർത്ഥങ്ങളെല്ലാം പുനർജന്മത്തിന് കാരണമായിരിക്കുന്നവയാകയാൽ ആത്യന്തിക ദുഃഖനിവൃത്തിക്ക് കാരണമായി വരുന്നില്ല. ആനന്ദാനുഭവ രൂപമായ ജ്ഞാനമാകുന്ന കപ്പലിനെ ആശ്രയിച്ച പുരുഷൻ കരകാൺമാൻ പ്രയാസമായിരിക്കുന്ന ദുഃഖസമുദ്രത്തെ പ്രയാസം കൂടാതെ കടക്കുന്നു. പുനരാവൃത്തിരഹിതമായ പരമസായുജ്യത്തെ പ്രാപിക്കുന്നു. അതിനാൽ പരമനിർവൃതിക്ക് സാധനമായ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നവൻ തന്നെ വിവേകി. യൈമം ശ്രദ്ധയായുക്തോ മദ്ഗീതം ഭഗവത്സ്തവം അദീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസോ. എന്നാൽ ഗാനം ചെയ്യപ്പെട്ടതായ ഈ ഭഗവാന്റെ സ്തോത്രത്തെ ശ്രദ്ധാസഹിതനായിട്ട് ഏതൊരുവൻ പഠിച്ച് കീർത്തനം ചെയ്യുന്നുവോ അവൻ മറ്റു വിധത്തിൽ ആരാധിപ്പാൻ വളരെ പ്രയാസമുള്ള ശ്രീഹരിയെ സുഖമായിട്ട് ആരാധിക്കുന്നു. ഈ സ്തോത്ര കീർത്തനത്താൽ ഭഗവാൻ ശീഘ്രം പ്രസാദിക്കുന്നു. അത് നിമിത്തം അഭീഷ്ടം സാധിക്കുന്നു. വിന്ദതേ പുരുഷോ മുഷ്മാത് യദ്യദിച്ഛത്യസത്വരൻ മദ്ഗീതഗീതാ സുപ്രീത ശ്രേയസാമേകവല്ലഭാത്. ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതായ സ്തോത്രത്താൽ സ്തുതിക്കപ്പെടുന്നവനും അതിനാൽ തന്നെ പരമപ്രീതിയെ പ്രാപിച്ചവനും സർവ്വപുരുഷാർത്ഥങ്ങളുടെയും ഏകാശ്രയഭൂതനുമായ ഭഗവാനിൽ നിന്ന് ആ പുരുഷൻ ഏതൊന്നിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ പ്രാപിക്കും. ബലം സിദ്ധിക്കുന്നതിൽ കാലവിളംബം കാണപ്പെടുന്ന പക്ഷം അക്ഷമനായി ഭവിക്കാതിരിപ്പാൻ ശ്രദ്ധ വയ്ക്കണം. ഭക്തന്മാരുടെ ഹിതത്തെ അനുഗ്രഹരൂപേണ സാധിപ്പിക്കുന്ന ഭഗവാൻ ഭക്തിയുടെ ദാർഢ്യത്തിനായിട്ട് ബലദാനത്തിൽ കാലവിളംബം വരുത്താൻ എളുപ്പമുണ്ട്. അപ്പോൾ ഭക്തൻ അക്ഷമ നിമിത്തം ഭക്തിയെ വിട്ടുകളയാതെ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കുകയില്ല എന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടെ നിരന്തരം ഭജിച്ചുകൊള്ളണം. ഇദം യകല്യൗത്തായ പ്രാഞ്ജലി ശ്രദ്ധയാന്വിതഃ ശൃണുയാശ്രാവയേന്മർത്യോ മുച്യതേ കർമ്മബന്ധനൈഃ. പ്രാതകാലത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി ചെയ്ത് കൈകളെ യോജിപ്പിച്ച് ശിരസിൽ വെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ഈ സ്തോത്രത്തെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്ന പുരുഷൻ പുനർജന്മ മരണങ്ങൾക്ക് കാരണങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് മുക്തനായി വരുന്നു. ഗീതം മയേദം നരദേവനന്ദനാഃ പരസ്യ പുംസ പരമാത്മനസ്തവം ജപന്ത ഏകാഗ്രധിയസ്തപോ മഹശ്ചരധ്വമന്ദേ തദ ആപ്സ്യദേപ്സിതം. ഹേ രാജകുമാരന്മാരെ, എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്തിൽ അന്തര്യാമി രൂപേണ വസിച്ച് സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമപുരുഷനെക്കുറിച്ച് എന്നാൽ നിങ്ങൾക്കായി ഉപദേശിക്കപ്പെട്ട ഈ സ്തോത്രത്തെ ഭഗവാനിൽ തന്നെ അർപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടെ ജപിച്ചുകൊണ്ട് മഹാതപസ്സു ചെയ്യുവിൻ. തപസ്സിൻ്റെ പരിഭാഗകാലത്തിൽ ആ ഭഗവാനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സിദ്ധിക്കും. 24-ാം അധ്യായം സമാപിച്ചു. 25-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.